ഗുഡ് മോർണിംഗ് മാഡം. നമസ്കാരം മാഡം. നമസ്കാരം. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ മാഡം? ഈ ചൂടത്തോ? അയ്യോ ചൂടിന്റെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ സൂര്യതാമേറ്റ് എന്റെ വീട്ടിന്റെ അടുത്തൊരു പോത്ത് കത്ത് വേണം. ഈ പോത്തിന്റെ കാര്യം എന്നൊരു കുമ്മട്ടിക്ക ജ്യൂസ് ആയാലോ മാഡം? കുമ്മട്ടിക്ക ജ്യൂസ് വേണ്ട. എന്താ വേണ്ടേ? എനിക്കൊരു ഷാർജ കിട്ടിയാ തിരക്കില്ലായിരുന്നു. ഓ പിന്നെ ഒരു ഷാർജ, ഒരു പൈനാപ്പിള്. ശീതള നമ്മുടെ തൃപ്തിയിൽ വിളിച്ച് പറഞ്ഞു. ഒരു ഷാർജ, ഒരു പൈനാപ്പിൾ. ഒരു ഷാർജ, ഒരു പൈനാപ്പിൾ. ഹലോ, ആ തൃപ്തി അല്ലേ? ഏത് കാര്യത്തിലാണോ? അല്ല അതല്ല, തൃപ്തി ഹോട്ടലല്ലേ? അതെ, ഇവിടെ ഒരു ഷാർജയും വേണം, പിന്നെ ഒരു പൈനാപ്പിളും കേട്ടോ. ഉടനെ കൊണ്ടുവന്നോളൂ. വില്ലേജിൽ നിന്ന്. അപ്പൊ ഞാൻ വന്നെന്തിനാന്ന് അറിയാലോ. അന്ന് ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? മാഡം, ഈ മൊയ്തു എന്ന് പറയുന്ന കക്ഷി വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അക്ഷയ വഴി അപേക്ഷിച്ചിരുന്നു. നമ്മളത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ പറഞ്ഞ രേഖകൾ മുഴുവൻ ശരിയല്ല എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നിയത് കൊണ്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാന്നാണ് വിചാരിച്ചത്. എന്താ സംഭവിച്ചെന്നൊന്ന് വിശദമായിട്ട് പറയൂ മാഡം. നമ്മുടെ ഈ വെള്ളറട വില്ലേജ് ഓഫീസ് കത്തിച്ചില്ലേ, അന്നാണ് ഇവിടെ ഈ സംഭവം ഉണ്ടായത്. അന്ന് തന്നെയോ? അന്ന്. കാരണം ഞങ്ങൾ ആ മെസ്സേജ് വായിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇവിടെ വന്നത്. ശ്യാമള അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വരുന്ന പോലെ ഒരു 11:30-12 മണി ആയപ്പോഴത്തേനും വന്ന സമയത്താണ്. എന്താ ഈ ഓഫീസിൽ 11:30-12 മണിക്കാണോ വരുന്നത്? അല്ല, അന്ന് ഇവിടെ ചായയുമായിട്ട് ആ പയ്യൻ ആ സമയത്താണ് വരാറുള്ളത്. അപ്പൊ ആ സമയത്ത് ചായ വന്നപ്പോ ഞാൻ ആ വഴി വന്ന് ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞത്. എന്താ നിങ്ങൾ പറയണേ? ചായ ആയിട്ട് പയ്യൻ ഇവിടെ വരും, ശ്യാമള മാത്രം പുറത്തു പോയി കുടിക്കോ? അന്ന് വന്നില്ല ഈ പയ്യൻ. അന്ന് ചായയുമായിട്ട് വന്നില്ല. അല്ല മാഡം, ഈ ചായ കൊണ്ട് തന്നെ പയ്യനെ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് സത്യം അറിയാമല്ലോ. ഇല്ല അറിയാൻ പറ്റില്ല. പയ്യൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. അത് വിളിച്ചു വരുത്താല്ലോ. അല്ല, ബംഗാളിൽ പോയിരിക്കുക. ബംഗാളില് പൊങ്കലായിട്ട് പോയിരിക്കുകയാണ്. അല്ല, ബംഗാളില് പൊങ്കൽ. സാറേ, എന്തൊക്കെയാണ് ഈ ഓഫീസില്? കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയേ. മാഡം, ഇവിടെ എങ്ങനെയൊക്കെയാണ് മാഡം ഈ ഓഫീസ് എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. ശരി, അയാള് പെട്രോളും തീപ്പെട്ടിയായിട്ട് വന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഞങ്ങളപ്പോ തന്നെ ഓടി. അല്ല, പുറത്തേക്ക് ബൈക്കിലാണല്ലോ ഭക്ഷണം ഇരിക്കുന്നത്, അത് എടുക്കാനായിട്ട് ഓടി. ഈ പെട്രോള് കണ്ടപ്പോഴാണോ നിങ്ങൾക്ക് ഭക്ഷണം ഓർമ്മ വന്നത്? പെട്രോളാണല്ലോ വാഹനത്തിന്റെ ഇന്ധനം, അപ്പോ ഭക്ഷണമാണല്ലോ നമ്മുടെ ഇന്ധനം എന്ന് വിചാരിച്ചിട്ട്. ശീതള, അങ്ങനെ ഓടേണ്ടി വന്നു. പോയി. മാഡം, ഈ മൊയ്തുവിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോ അയാൾ പറഞ്ഞത് കന്നാസിലുണ്ടായിരുന്നത് സർവത്താണെന്ന. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വെള്ളറട വില്ലേജ് ഓഫീസിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? കറുത്ത കോട്ടിട്ട് വന്ന ഒരാൾ എന്തൊക്കെ പൊട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കറുത്ത കോട്ടിട്ട് ഹെൽമെറ്റ് ധരിച്ച ഒരു അജ്ഞാതൻ ഒരു പൊതി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അത് ലൈറ്റർ ഉപയോഗിച്ച് തീ കത്തിച്ചു. അത് സ്ഫോടക വസ്തുക്കളായിരുന്നു, പൊട്ടിത്തെറിച്ചു. മൊയ്തുവിന്റെ അപേക്ഷ കിട്ടിയിട്ട് എത്ര നാളായി? അപേക്ഷ ഏകദേശം ഒരു 4 ആഴ്ചയായിട്ടുണ്ടാവും മാഡം. ഈ 4 ആഴ്ചയായിട്ട് ആ ഫയലിന് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത് ഫീൽഡ് വെരിഫിക്കേഷന് പോകാനുള്ള സമയം കിട്ടിയില്ല മാഡം. ഇലക്ഷൻ ഡ്യൂട്ടി ആയിരുന്നില്ലേ? എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വെറുതെ കക്ഷികളെ പ്രകോപിപ്പിക്കരുത്. അവരോട് വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി പറ്റാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരവും പറഞ്ഞു. അതല്ലാതെ ചില ഓഫീസുകളിൽ രാവിലെ 10 മണി മുതലേ കക്ഷികൾ വന്ന് നിൽക്കും. 11 മണിയാവും ഉദ്യോഗസ്ഥര് വരെ. എന്നിട്ട് ആപ്ലിക്കേഷൻ പോലും വായിച്ചു നോക്കാതെ അവരോട് പറയും നാളെ വാ, മറ്റന്നാ വാ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. പരമസത്യമാണ് മാഡം പറഞ്ഞത്. ഇതുപോലെ പല ഓഫീസുകളിലും ഓഫീസേഴ്സ് നേരം വൈകി വരുന്നുണ്ട്. അല്ല, നമ്മുടെ ഇവിടെ അല്ല സാർ, പുറത്തുള്ള ഓഫീസിൽ. മര്യാദക്കൊക്കെ കക്ഷികളോട് പെരുമാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ലെങ്കിൽ അവിടെ നടന്ന പോലെ കറുത്ത കോട്ടും ഹെൽമെറ്റും ഒക്കെ വെച്ച് ഇവിടെ വരും അജ്ഞാതൻ. മാറി
കത്ത്. ആരാ 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 എന്ത് വേണം ആരാണ്? തൃപ്തി എന്നാ സാറേ. സാറ് ഇരുന്ന് വിളിച്ചു പറഞ്ഞു ഒരു ഷാർജയും ഒരു പൈനാപ്പിളും ആണെന്ന്. ഷാർജ ഇല്ല സാറേ, നല്ല ഉഷരം പൈനാപ്പിൾ ഉണ്ട്. എടാ മന്തപ്പ, പൈനാപ്പിൾ ജ്യൂസ് അല്ലേ നിന്നോട് പറഞ്ഞത്? ജ്യൂസാ പറഞ്ഞു അല്ലേ? അതെന്ന് തോന്നല്ലേ? എടാ ഒരു ഷാർജ ഒരു പൈനാപ്പിൾ ജ്യൂസാണ് വേണ്ടത്. സാറേ ഞാനിപ്പം വേഗം പോയി കൊണ്ടുപോവാ. അല്ല നീ എന്തിനാണ് ഈ കോട്ട് ഹെൽമെറ്റ് എല്ലാം കൂടെ ഇട്ടോണ്ട് വന്നത്? ചെറുതാ കണ്ണിന് സുഖമില്ല, വെയിലുകൊണ്ട് നല്ലോണം ആവും. ശരി ശരി പൊക്ക പൊക്ക. ശരി സാറേ, കൊണ്ടുവരും പെട്ടെന്ന് കൊണ്ടുവരും. കണ്ടില്ല മാഡം, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവർക്കും പേടിയാണ്. ഞാനൊരാൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞങ്ങളുടെ ഈ ഓഫീസിനകത്ത് ആകെ ആരോഗ്യമുള്ള ഒരാളാണ് ആ കിടക്കണത്. ഇനി എപ്പോൾ എണീക്കുമെന്തോ. എല്ലാവർക്കും ഇവിടെ പേടിയാണ് മാഡം.